വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിചാരിക്കണോ? ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ സൺലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. 6 മണി 7 മണി വരെയൊക്കെ 6 മണി വരെ പിന്നെ നോർമൽ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ലൈറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ സണ്ണിയാണ്. പക്ഷേ ടെമ്പറേച്ചറൊന്നും വലിയ കൂടിയിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ 2 ഡിഗ്രി 4 ഡിഗ്രിയിലൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ നോർത്തേൺ അയർലൻഡിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊന്മാൻ എന്ന് പറഞ്ഞ പടം കണ്ടു. അപ്പോൾ പൊന്മാൻ എന്ന് പറഞ്ഞ പടം കണ്ടപ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഈ കല്യാണം എന്ന് പറഞ്ഞൊരു സംഭവത്തെ എന്നെ ആ പടം ഒരുപാട് ആക്ച്വലി സ്പർശിച്ചു. ബേസിക്കലി ഞാൻ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ആരെങ്കിലും ചെയ്യണം ഈ ഒരു വിഷയത്തെ പറ്റി എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ പടം വെള്ളിയാഴ്ച വൈകുന്നേരം കാണാനിടയായത്. കണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര അടിപൊളി, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അഭിനയിക്കുന്നവർ അതിൻ്റെ ടെക്നിക്കാലിറ്റി ഒന്നും പറയാനും അതിൻ്റെ റിവ്യൂ പറയാനൊന്നുമല്ല ഞാനിപ്പോൾ ഇവിടെ ഇരിക്കണം. അതൊന്നും പറയാനുമില്ല. അതൊക്കെ അടിപൊളി ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളതും. പിന്നെ സ്ക്രിപ്റ്റും പിന്നെ ബേസിൽ ജോസഫിൻ്റെ അഭിനയമൊന്നും പിന്നെ എന്തിനാ പറയുന്നതൊന്നും പറയാനില്ല. ആ ഒരു രീതിക്കാണ്. പിന്നെ അതിൽ അഭിനയിച്ച സാധാരണ ആളുകൾ പോലും, എസ്പെഷ്യലി ആ പെണ്ണിൻ്റെ സ്റ്റെഫി ഗ്രാഫിൻ്റെ അമ്മ ഒക്കെ കണ്ടിട്ടേ ഇല്ല ഇതുവരെ അങ്ങനെ ഒരു സ്ത്രീനെ. പക്ഷെ അവരെന്തായാലും അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാർട്ട് സൈഡ്, അതിന് പുറമേ ആയിട്ട് ഈ പടം എന്തുകൊണ്ട് എന്നെ കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സംസാരിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആ പടം കണ്ടപ്പോഴാണ് നല്ല നമുക്ക് ആ പടം ഈ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം എത്രമാത്രം ആളുകളെ ഇതാക്കുന്നു, ആളുകളൊക്കെ കൊണ്ട് പ്രശ്നങ്ങളിലോട്ട് എത്തിക്കുന്നു. ഒരേ നല്ല ആളുകൾ ചീത്തവരായ ആളുകൾ നല്ലവരാവുന്നു, ക്രൂരന്മാരാവുന്നു. ഇതൊക്കെ കാരണം പണ്ട് നമ്മൾ ഇതിനൊക്കെ കാരണമായിട്ട് വരുന്ന ഒരു സാധനമായിട്ട് നമുക്ക് ഈ പടം കാണുമ്പോൾ നമുക്കത് ഉടനീളം നമുക്ക് ഫീൽ ചെയ്യും. ഇതിൽ 3 കാര്യങ്ങളാണ് എനിക്കിതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ട്, അതായത് ഇപ്പം നടക്കുന്നൊരു ഫസ്റ്റ് കാര്യം, അത് ഫസ്റ്റ് സീൻ തന്നെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ ജീവിക്കുന്ന ഒരാൾ, പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരാളുടെ ലൈഫിനെ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് ഒരു സാധാരണ ആളുടെ കേസാണ് പറയുന്നത്. ഒരിക്കലും പാർട്ടി ലീഡറൊന്നുമല്ല. ഇങ്ങനെ അണിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആദർശം, ഒരുപാട് പാർട്ടി ബുക്കൊക്കെ വായിച്ച് വരുന്ന ആൾക്കുണ്ടാവുന്ന തിരിച്ചറിവും ഈ ഒരു പടത്തിലൂടെ കാണിക്കുന്നുണ്ട്. അത് പടം തുടങ്ങുന്നത് തന്നെ ഒരു പാർട്ടി പോസ്റ്റർ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കീറുമ്പോൾ പോയിട്ട് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഒറ്റയ്ക്ക് പോയിട്ട് അടി ഉണ്ടാക്കുന്നതാണ്. പിന്നെ അവനൊരു വിചാരമുണ്ട് പാർട്ടിന്ന് ബാക്കപ്പ് ചെയ്യും, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന്. പിന്നെ ആ പടം തുടങ്ങുന്നത് തന്നെ പാർട്ടിക്ക് നല്ലൊരു കൊട്ട് കിട്ടിക്കൊണ്ടാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യൂസ് ചെയ്തതെങ്കിൽ പോലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും ആദർശം വെക്കുന്ന പാർട്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റ് പാർട്ടികളൊക്കെ ഇതിലും കഷ്ടമാണെന്നുള്ളത് ഏറെക്കുറെ നമുക്കത് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ടായിരിക്കും ഡയറക്ടർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ എടുത്തുകൊണ്ട് വന്ന് ഇത്രയും ആദർശം പറയുന്ന പാർട്ടിയിൽ പോലും ഇങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ആ റിയലൈസേഷൻ അവന് ഫസ്റ്റ് ഹിറ്റ് ചെയ്യാണ്. മതത്തിൻ്റെ മേലെ പാർട്ടിയൊന്നും നിൽക്കില്ല. എന്ത് ആദർശം പറഞ്ഞാലും നമുക്ക് വോട്ട് ബാങ്ക് എന്നുള്ള മതം ഉപയോഗിക്കണം എന്നുള്ള മതത്തിലെ പുരോഹിതന്മാർ പറയുന്നത് ഇതിൻ്റെ മേലെ കൂടെ ഒന്നും പാർട്ടി ആദർശം പോവില്ല എന്ന് പറഞ്ഞിട്ട് ആ പാർട്ടിക്കാർക്ക് ആദ്യമേ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. അത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു റിയലിസ്റ്റിക്കായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കേസ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് പടം തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് പടത്തിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമാണ് ഡിസ്കസ് ചെയ്യുന്നത്, രാഷ്ട്രീയം എന്തെങ്കിലും ആയിരിക്കുന്നത് നമ്മൾ കരുതുക. പക്ഷേ ലേറ്ററാണ് നമുക്ക് മനസ്സിലാവുന്ന അജീഷ് എന്ന് പറഞ്ഞ കഥാപാത്രം കയറി വരുമ്പോഴും ഇങ്ങനെ സ്വർണത്തിൻ്റെ ഒരു കേസ് വരുമ്പോഴാണ് നമ്മൾ പടത്തിലെ കോർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു ആസ്പെക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. റിയലിസ്റ്റിക് ആയൊരു സംഭവം ചെയ്തത്. പാർട്ടി കേസസ്, നമ്മുടെ രാഷ്ട്രീയത്തിനെ ഒന്ന് നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിരുന്ന ഒരു പ്രൊവർബാണ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ എന്ന് പറയുന്നത്. പോകെ എക്സ്പീരിയൻസ് ഒന്നും ജോലിക്ക് കയറിയപ്പോഴൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, പൈസ ഒരിക്കലും റൂട്ട് ഓഫ് ദ ഈവിൾ അല്ല. പൈസയാണ് പവർ. പൈസ ഉള്ളവർക്കേ വിലയുള്ളൂ. പൈസ ഒരു ആവശ്യമാണ്. പൈസ ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ആ പ്രൊവർബിനോട് കംപ്ലീറ്റ്ലി എനിക്കതിനുള്ള എതിർപ്പാണ്. കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മണി ഒരു റൂട്ട് ഓഫ് ഈവിൾ അല്ലെങ്കിലും ഗോൾഡ് എന്ന് പറയുന്നത് ഒരു റൂട്ട് ഓഫ് ഈവിൾ ആണെന്ന് ക്ലിയർ ആയിട്ട് ആ മണീനെ മാറ്റി റീപ്ലേസ് ചെയ്ത് ഗോൾഡ് വെക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ നല്ല പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമത്തെ കേസ് ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സാധനം ഇപ്പോൾ മണി എന്ന് പറയുന്നതിന് പകരം ഗോൾഡ് അവിടെ വെക്കുമ്പോൾ
ഒരു മനുഷ്യൻ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലോ അല്ലെങ്കിൽ പോട്ടെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പലരും പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിൽ നമുക്ക് ക്ലിയർ ആക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാളും നമ്മൾ ലൈഫിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണരുത് ലൈഫിൽ ആളുകളെ എന്നുള്ളതാണ്. എല്ലാവരും ഗ്രേ ഷെയ്ഡ്സ് ഉള്ളവരാണ്. പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാൾ വളരെ നല്ല ഒരാൾ, അല്ലെങ്കിൽ വേറൊരാളെ കാണുമ്പോൾ വളരെ മോശമായ ഒരാൾ എന്നുള്ളൊരു അഭിപ്രായം നമ്മൾ കൊണ്ടുവരാറുണ്ട് പലപ്പോഴും. പ്രിജുഡീസോട് കൂടിയിട്ട് ആളുകളെ കാണാറുണ്ട്. അപ്പോൾ ഇതൊന്നും ആക്ച്വലി ഇതൊക്കെ റിലേറ്റീവാണ്. അതായത് നിങ്ങളൊരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നു വെച്ചാൽ അയാൾ നല്ലതാവണം എന്നില്ല, ചീത്തയെന്ന് പറഞ്ഞാൽ ചീത്ത. ഇത് രണ്ടും തെറ്റുമല്ല. ബേസിക്കലി ഇതൊക്കെ സാഹചര്യം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണെന്നും ഈ പടത്തിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരേ വ്യക്തി ആദ്യം തുടങ്ങുന്ന വ്യക്തിക്ക് ബേസിൽ ജോസഫിനെ, അജീഷ് എന്ന കഥാപാത്രത്തിനെ കൊല്ലാൻ തോന്നുന്നു. അത് കഴിഞ്ഞ് അജീഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ഈ കഥാപാത്രത്തിനെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുന്നു. ഇപ്പോൾ ഇവരുടെയൊക്കെ ലൈഫിൽ അവരെല്ലാവരും ഭയങ്കര പാവങ്ങളാണ്. അവരുടെ സാഹചര്യമാണ് അവരെ വില്ലനും നല്ലവനും ഒക്കെ ആക്കുന്നത്. ആ ഒരു കഥാപാത്രത്തിൻ്റെ ഇതിൽ ഓരോ കഥാപാത്രത്തെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ കഥാപാത്രത്തിൻ്റെയും അവരുടെ യാത്ര എന്ന് പറയുന്നത് വളരെ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഗോൾഡാണ്. ഗോൾഡ് എന്നുള്ള ഒരു സാധനം ഇൻവോൾവ് ആകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ചേഞ്ചസ് ആണ്. ആക്ച്വലി അയാൾ തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അയാളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസസിലോട്ട്, അതായത് ഇപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു ഗ്രേ ആണ്, ആളുകൾ എന്ന് പറയുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണെന്നുള്ളത് അതിൽ ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പണ്ടത്തെ സ്റ്റീരിയോ ടൈപ്പിംഗ് പരിപാടിയായിട്ടുള്ള നായകൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല, അതിപ്പോൾ പൊതുവേ സ്ക്രിപ്റ്റ്സിലൊന്നുമില്ല. അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കറക്റ്റായൊരു അപ്രോച്ചാണ്. അതിൽ വളരെ നൈസായിട്ട് കാണിക്കുന്നുണ്ട്. അജീഷിൻ്റെ തന്നെ പല പല ഫ്ലേവേഴ്സ്, അല്ലെങ്കിൽ എനിക്ക് ആ നടൻ്റെ പേര് പറയില്ല, അമ്മയുടെ പേരറിയില്ല. ഇനീഷ്യലി നമുക്ക് ആ പെൺകുട്ടിയോട് ദേഷ്യം തോന്നും, പിന്നെ ആ പെൺകുട്ടിയോട് നമുക്ക് സ്നേഹം തോന്നും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നത്? ഇതിലൊരേ ഒരു റീസണേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഈ ഗോൾഡ് എന്ന് പറഞ്ഞ പോയിന്റ്. ഇന്നത് ഗോൾഡായിരിക്കും, ഈ സ്ക്രിപ്റ്റിൽ അത് ഗോൾഡാണെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും പൈസ ആവാം. അങ്ങനെ പലതും നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നതാണെന്ന് ഈ പടം കാണിക്കുന്നുണ്ട്. പേഴ്സണലി എല്ലാവരും നല്ലവരായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല എനിക്ക് ഈ മൂന്ന് ഘടകം എനിക്കതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് സംസാരിക്കാനുള്ളത് രണ്ടാമത്തെ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്, അതായത് ഗോൾഡ്. അപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു, ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലാണ്, ഈവൻ ഇവിടെ യൂറോപ്പിൽ പോലും അങ്ങനെ ഒരു കൾച്ചറില്ല. അതായത് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ പെൺകുട്ടി കുറേ ഗോൾഡ് ഇട്ട് വരണം എന്നും അങ്ങനത്തെ സംഭവമൊന്നും ഇവിടെ ഡെവലപ്ഡ് കൺട്രിയായി ഇവിടെ പോലും ഇല്ല. പക്ഷെ നമുക്കുണ്ട്. നമ്മുടെ എസ്പെഷ്യലി നമ്മളിത് സംസാരിക്കണം, കാരണം നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ റെസ്പെക്റ്റീവ് ഓഫ് നമ്മൾ പാവങ്ങളാണോ പൈസ ഉള്ളവരാണോ, പൈസ ഉള്ളവർ സ്റ്റേറ്റസ് കാണിക്കാമെന്ന് പറയുമെങ്കിൽ പോലും പാവങ്ങളും അങ്ങോട്ട് എത്തിപ്പിടിക്കാൻ വേണ്ടി ഗോൾഡിന് പിന്നാലെ നടക്കുന്നതാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. പടം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഒരു സംഭവത്തിനെ പറ്റിയാണെങ്കിലും, തലേ ദിവസം ഗോൾഡ് ഇട്ട് നിൽക്കണം എന്നൊക്കെ ആണെങ്കിലും നമുക്ക് തലേ ദിവസം ഗോൾഡ് ഇട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മൾ വേദിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത്, കല്യാണം കഴിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് പെൺകുട്ടി ഗോൾഡൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ഇത് ത്രൂ ഔട്ട് കേരളത്തിലുണ്ട്. ഇത്രയും ഗോൾഡ് യൂസ് ചെയ്യുന്ന വേറെ സംസ്ഥാനമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം അത്രയും നല്ല രീതിയിലാണ് നമ്മൾ ഗോൾഡിൻ്റെ ബിസിനസ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിക്ക് പുറമെ ജ്വല്ലറീസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാലത്ത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ പെൺകുട്ടി ജനിക്കുക എന്ന് പറയുമ്പോൾ പ്രോബ്ലം വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഒരു സംഭവമാണ്. ഇവളെ കെട്ടിച്ചയക്കണമല്ലോ, കെട്ടിച്ചയക്കുന്നതല്ല പ്രോബ്ലം, കെട്ടിച്ചയക്കുമ്പോൾ കൂടെ ഈ സംഭവങ്ങൾ വേണമല്ലോ എന്നുള്ളതാണ് അവരുടെ പ്രോബ്ലം. പിന്നെ അച്ഛൻ അല്ലെങ്കിൽ ആങ്ങള ഒക്കെ പാടെ പൈസ കഷ്ടപ്പെട്ട് എന്തിനൊക്കെയോ വേണ്ടി കുറേ ഗോൾഡ് ചെയ്ത് നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം. അപ്പോൾ ഇന്നും അത് നിലനിന്ന് പോകുന്ന ഒരു ആചാരം തന്നെയാണ്. അത് പലതും പ്രൈഡായിട്ട് നമ്മൾ ഗേൾസ് പോലും കാണുമ്പോഴാണ് നമുക്ക് ഈ വീഡിയോസൊക്കെ ഇന്ന് മാറ്റാറായിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കണം എന്ന് തോന്നുന്നത്. കാരണം ഇത് നമ്മളെ മാത്രമല്ല, ചിലപ്പോൾ കഴിവുള്ളവർക്ക് ഇത് പറ്റുമായിരിക്കാം, പക്ഷെ കഴിവില്ലാത്തവർ ഇതിലോട്ട് എത്തിപ്പെടാൻ അവർ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഈ പടം ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ആചാരങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യണോ? ഈവൻ ഇപ്പോൾ പുതിയ ജനറേഷൻസിൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പോകുമ്പോൾ, എനിക്ക് അതിലും യോജിപ്പില്ല. പണ്ട് ഒരു സ്ത്രീ പോകുമ്പോൾ എന്തിനാണ് കൂടെ ഗോൾഡ്, പക്ഷെ ആൺകുട്ടി പോകുമ്പോൾ അതൊന്നുമില്ല. എനിക്കിതിനെ കാണാൻ കഴിയുന്ന പറഞ്ഞാൽ അതവിടെ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കുന്നു. ആദ്യം മുതൽ തന്നെ ഇപ്പോൾ മണീസ് റൂട്ട് ഓഫ് ഈവിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് റൂട്ട് ഓഫ് ഈവിളാന്ന് പറയാൻ കാരണം, നിങ്ങളുടെ കയ്യിൽ ഉള്ള ഇപ്പോൾ ഒരു മോതിരം ആവട്ടെ, എന്തായാലും ഇത് തുടങ്ങുന്നത് ഒരു കേരളത്തിൻ്റെ ജ്വല്ലറി എന്നല്ല.
ആ ഗോൾഡ് വരുന്നത് പലപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ആയ കൺട്രീസിൽ നിന്നും വരുന്നത് ആഫ്രിക്ക, ടാൻസാനിയയിലെ ആഫ്രിക്കയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ US-ലും UK, കാനഡയിൽ നിന്നൊക്കെ ഗോൾഡ് മൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മെയിനായിട്ട് മൈൻ ചെയ്യുന്ന ആഫ്രിക്കൻ ഏരിയാസിലാണ്, ഇവിടെ ഡെവലപ്ഡ് അല്ലാത്ത കൺട്രീസിലാണ്. അവിടെ ഇങ്ങനത്തെ ഗോൾഡ് ഫാക്ടറിയുടെ ഉള്ളിലോട്ട് നിങ്ങൾ KGF-ൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഗോൾഡ് മൈൻ ചെയ്യുക എന്നുള്ളത്. ഞാൻ പടം മുഴുവനായി കണ്ടില്ലെങ്കിലും മൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ പണി ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് ഈ ഗോൾഡ് എത്തുന്നതിൽ ചില ഗോൾഡൊക്കെ വരുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ടാൻസാനിയ എന്നൊക്കെയാണ്. അവിടെ ഈ പണി ചെയ്യുന്നത് കുട്ടികളാണ്. ഈ ചൈൽഡ് ലേബർ എത്രമാത്രം ഇൻവോൾവ് ആയി കിടക്കുന്ന ഒരു വൃത്തികെട്ട ബിസിനസ്സാണ് ഈ ഗോൾഡ് എന്നുള്ളത് പലപ്പോഴും നമുക്കറിയില്ല. ചെറിയ കുട്ടികളെ കൊണ്ട് മൈനിൽ കൊണ്ടുപോയിട്ട് പണിയെടുപ്പിച്ച് അവർ പൊള്ളലും അവരുടെ ഒരുപാട് ചൈൽഡ് ലേബർ എക്സ്പ്ലോയിറ്റേഷനും നടക്കുന്ന ഒരു മേഖലയാണ് ഈ ഗോൾഡ്. അതായത് ഗോൾഡ് ഉണ്ടായി വരുമ്പോൾ തന്നെ കണ്ണീരിന്നും ബ്ലഡ് നിന്നുമാണ് അത് കയറി വരുന്നത്. അതായത് പല ആളുകളുടെയും കരച്ചിൽ, പല ആളുകൾ മരിക്കുന്നു, പല ആളുകൾക്കും പൊള്ളലേൽക്കുന്നു. പല ആളുകളല്ല, കുട്ടികളാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഈ ആഫ്രിക്കയിലുള്ള പല കുട്ടികളെയും ഇങ്ങനത്തെ ജോലിയിലോട്ട് നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനികൾ ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ചീപ്പ് ലേബർ കുട്ടികൾക്കായത് കാരണം കുട്ടികൾ ഒരുപാട് ചെറിയ കുട്ടികളെ വെച്ചിട്ടാണ് ഈ കുട്ടികളെ മൈനിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് അവരെയും കൊണ്ടാണ് ഈ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ. കാരണം അവർ ചെറിയതായതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങാനൊക്കെ എളുപ്പമാണെന്നുള്ളതും പിന്നെ അവർക്ക് ലേബർ ചാർജ് കുറവാണെന്നുള്ളതുകൊണ്ടും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ മുതലേ, അതായത് ഇത് തുടങ്ങി ഭൂമിയിൽ നിന്ന് അത് എടുക്കുന്നത് മുതൽ അതൊരു ബ്ലഡി ബിസിനസ്സാണ്. അതായത് ബ്ലഡ് ഇൻവോൾവ് ആയ ബിസിനസ്സാണ്. പിന്നെ ഇവർക്ക് നേരം പോലെ കൂലി കൊടുക്കുന്നില്ല. അങ്ങനെ കൂലിയൊന്നും കൊടുക്കാതെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് പിന്നെ വീട്ടിലുള്ള കുട്ടികൾ ഫോഴ്സ്ഫുള്ളി ചെല്ലേണ്ടി വരുന്നതാണ്. കാരണം അവർക്ക് കാശില്ലാത്തതുകൊണ്ട് അവരുടെ പാരൻസിനെ അവർ ഫോഴ്സ്ഫുള്ളി ഇങ്ങനത്തെ ഇതിലോട്ട് പറഞ്ഞയക്കുകയാണ്. കാരണം അവർക്ക് ദാരിദ്ര്യം കാരണം അങ്ങനെ പല കേസസ് കാരണം. അപ്പോൾ ഇവർ കാശ് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഈ കുട്ടികളെ വിടുന്നതാണ്. അതിൽ ചില കുട്ടികൾ അവിടെ കിടന്ന് മരിക്കുന്നു, ആ പൊള്ളലിൽ വീണ് മരിക്കുന്നു. ഇത്രയും ഹൈ ടെമ്പറേച്ചർ എന്നൊക്കെ ഇത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൽ വീണ് മരിക്കുന്ന കുട്ടികൾ ഇഷ്ടം പോലെയാണ്. നമ്മുടെ കയ്യിൽ കിടക്കുന്ന ഒരു ഗോൾഡിൻ്റെ ചിലപ്പോൾ വില അത്രയും വലുതായിരിക്കും. അതായത് ഒരു കുട്ടിയുടെയൊക്കെ മരണമൊക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടി എന്ന് പറയുമ്പോൾ വളരെ കുറവായിരിക്കും. അങ്ങനെ അത് കൊണ്ടുവരുന്നു, അത് കഴിഞ്ഞ് അത് എക്സ്ട്രാക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മളിവിടെ കേരളത്തിൽ എന്താണ് ജ്വല്ലറികൾ ഇങ്ങനെ പൊന്തി വരുവാണ്. കരിപ്പൂർ വിമാനത്താവളം തന്നെ അതിനു വേണ്ടി ഉണ്ടാക്കിയത്. എത്രയോ അടുത്ത പ്രശ്നമാണ് അതെങ്ങനെ എത്തിക്കും. അത് എത്തിക്കുന്നത് എത്രയോ അനധികൃതമായിട്ട് ഗോൾഡ് കടത്തിവയ്ക്കുന്നു. സ്ത്രീകൾ പല രീതിയിൽ അത് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പുരുഷന്മാർ കൊണ്ടുവരുന്നു, അവർ വഴിയിൽ നിന്ന് പിടിക്കുന്നു, കസ്റ്റംസ് ഇതാവുന്നു. ഇല്ലെങ്കിൽ ഇനി അതല്ലാതെ എങ്ങനെയൊക്കെയോ കാശ് കിട്ടും എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ട് അത് വരുന്നു. അപ്പോൾ അത് വരുന്നത് മുതൽ വഴി മൊത്തം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലായിടത്തും ക്രൈം ഇൻവോൾവ് ആണ്. എല്ലായിടത്തും നീതി ന്യായം ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്. ബ്ലഡ് ഇൻവോൾവ് ആണ്. ചില ആളുകൾ മരിക്കുന്നു. ഇപ്പോൾ ലോഹം എന്ന് പറഞ്ഞ പടം കണ്ട ഒരാൾ മരിക്കുന്നത് പോലും ആ ശവത്തിനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഗോൾഡ് കയറ്റി കൊണ്ടുവരുന്നത് കാണാം. ഇതൊക്കെ റിയൽ ലൈഫിലുള്ളത് തന്നെ ആയിരിക്കും, അല്ലാതെ ഇതൊന്നും പടത്തിൽ കാണിക്കില്ലല്ലോ. പിന്നെ നമുക്കറിയാലോ കരിപ്പൂർ വിമാനത്താവളത്തിൽ എന്നും എന്തെങ്കിലുമായിട്ട് ഇങ്ങനത്തെ കടത്ത് സ്ഥിരമായി വന്നാണ് ജ്വല്ലറികൾ പൊന്തി വരുന്നു. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പടം കാണുമ്പോൾ ഇതിൻ്റെ ജേണി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനൊരു സംഭവം നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഓരോ പെൺകുട്ടികളും. കാരണം പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ പറയും നമ്മൾ ഫെമിനിസം കൊണ്ട് നടക്കുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞ് വളരെ ഘോരം പ്രസംഗിക്കുന്നു. സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം, സ്ത്രീക്ക് അത് വേണം, ഇത് വേണം. ഞാൻ ചോദിക്കട്ടെ, കല്യാണത്തിന് കയറി വരുമ്പോൾ പുരുഷൻ്റെ മേലും അങ്ങനത്തെ സ്വർണ്ണമൊന്നുമില്ല. പക്ഷേ സ്ത്രീക്ക് എന്തുകൊണ്ട് സ്വർണ്ണം വേണം നമ്മൾ ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീക്ക് ഇപ്പം അങ്ങനെ ആവശ്യം? പിന്നെ ഇന്ന് കാലം ഒരുപാട് മുന്നോട്ട് പോയി. അച്ഛനും ആങ്ങളമാർക്കും ബുദ്ധിമുട്ട്, ഇങ്ങനെ ഇത് ഉണ്ടാക്കണ്ടേ എന്നുള്ള ടെൻഷൻ. പിന്നെ അതിന് പുറമെ ഇന്ന് കാലം പുരോഗമിച്ച് പെൺകുട്ടികൾ പറയുന്നുണ്ട് കല്യാണത്തിനുള്ള പൈസ ഞാൻ ഉണ്ടാക്കാം. കാരണം അവരിപ്പോൾ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് ജോലിയുണ്ട്, കാലം മുന്നോട്ട് പോയി. പക്ഷേ അപ്പോൾ മുന്നോട്ട് വന്നപ്പോൾ ഈ ഒരു പോയിന്റിലെത്തിയത്, അതായത് ഞാൻ ഉണ്ടാക്കും, എൻ്റെ കല്യാണത്തിനുള്ള പണ്ടം ഞാൻ തന്നെ ഉണ്ടാക്കും, ആ ഒരു രീതിക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വരെ എത്തി നമ്മൾ. പക്ഷേ എന്തിനാണ് നമ്മുടെ കല്യാണത്തിന് വേണ്ടി പണ്ടം ഉണ്ടാക്കുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. അതിന്ന് ഒഴിവാവുക എന്നുള്ളതാണ് വേണ്ടത് സത്യത്തിൽ. കാരണം നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ബേസിക്കലി ഇതിനോട് ഉപമിക്കാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറയുന്നത്, നമ്മളൊരു കടയിൽ പോയിട്ട് ഹൈപ്പോത്തിസിസ് ആയ ഒരു സിറ്റുവേഷൻ, നമ്മൾ നല്ല റിച്ചാണ്, നമ്മുടെ കയ്യിൽ കാശുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ഷർട്ട്, ഒരു ക്ലോത്ത് കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ബ്രാൻഡഡ് ഷർട്ടും കാണുന്നു, ഒരു ലോക്കൽ ഷർട്ടും കാണുന്നു. അപ്പോൾ ബ്രാൻഡഡ് ഷർട്ട് വാങ്ങാനായിരിക്കും ഒരുവിധമുള്ള ആളുകൾക്ക് മൊത്തം താല്പര്യം.
കാരണം അതിന് ഓഫർ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് കാശ് 1000, സേ ഫോർ എക്സാമ്പിൾ ഒരു 2000 രൂപ കൊടുത്ത് വാൻ ഹ്യൂസൻ്റെ ഒരു ഷർട്ട് അവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ ഒരു കാശുണ്ട്, ഇപ്പുറത്ത് ഒരു സാധാ ഷർട്ട് ഉണ്ട് വിചാരിക്കാം. ഈ ബ്രാൻഡിൻ്റെ കഥ വേറെയാണ്, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോഴും നമ്മളെ ബ്രിട്ടീഷുകാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, മീൻസ് മൾട്ടിനാഷണൽ കമ്പനികൾ ബ്രാൻഡ് എന്ന് പറഞ്ഞ വരില്ല, അത് വേറൊരു വിഷയം. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിനെ പറ്റി പറയണം. അപ്പം നമ്മൾ ഇത് കാണുന്നു, ബ്രാൻഡഡ് ഷർട്ട് കാണുന്നു, ഇപ്പുറത്ത് ഒരു ഷർട്ട് 2 ഷർട്ട് ഓഫറിൽ കിടക്കുന്ന സാധാ ഷർട്ട് കിടക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോകുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാങ്ങുമ്പോൾ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ കാണുന്നു, ഇപ്പുറത്ത് വേറെ സാധാ കമ്പനികൾ, വാഷിംഗ് മെഷീനിൽ അത്ര പ്രയോറിറ്റി കൊടുക്കാത്ത കമ്പനികൾ കൊടുക്കുന്നു. അപ്പോൾ ഈ സാധാ കമ്പനികൾ ഇതിനോട് കടപിടിക്കാൻ എന്താണ് ചെയ്യുക? ഓഫർ വയ്ക്കും. ഒന്നില്ലെങ്കിൽ ഒന്നിൻ്റെ കൂടെ ഫ്രീ, അല്ലെങ്കിൽ ഇത്രയും 50% ഓഫ്. അല്ലെങ്കിൽ ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ആണെങ്കിൽ ടെക്നോളജി എക്സ്ട്രാ ആഡ് ചെയ്യും അവർ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോസിനോട് കടപിടിച്ച് നിൽക്കാൻ വേണ്ടി LGയോ നമ്മൾ ജസ്റ്റ് എടുക്കുക, ചിലപ്പോൾ ഇത് ബ്രാൻഡഡ് ആയിരിക്കട്ടോ, ഞാൻ പക്ഷേ ജസ്റ്റ് എക്സാമ്പിൾ പറയാം. പക്ഷേ അവരിൽ കൂടുതൽ ടെക്നോളജികൾ ഉണ്ടാവും. അതായത് ഈ ബ്രാൻഡഡ് അല്ലാത്ത, മീൻസ് ഹൈ ബ്രാൻഡിലല്ലാത്ത ആളുകൾ ഇത് കടപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ടെക്നോളജി എക്സ്ട്രാ അതിൽ ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ആണ് എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു കല്യാണ പെണ്ണ് ഒരു കല്യാണ ചെക്കനും, രണ്ടുപേരും സ്ത്രീയും പുരുഷനും, നമ്മൾ സമത്വത്തെ പറ്റി പറയുന്ന കാലമാണ്. അപ്പോൾ സ്ത്രീ മാത്രം കയറുമ്പോൾ എന്തിനാണ് ഇത്രയും പണ്ടം? അപ്പോൾ ഇവിടെ എനിക്കിതിനോട് ഉപമിക്കാൻ തോന്നുന്നത് ഈ ബ്രാൻഡഡ് ഷർട്ടും മറ്റേ ഷർട്ടും പോലെയാണ്. അതായത് സ്ത്രീ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇരിക്കട്ടെ, അതായത് കുറച്ച് എക്സ്ട്രാ ഒരു ഗോൾഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു വില കിട്ടും. ആ പടത്തിൽ അവസാനം അതിൽ എന്താ പറയുക, ബേസിൽ ജോസഫ് പറയുന്നുണ്ട്, നീ ഈ ഗോൾഡ് വിടുന്ന നാളെ ഊരിക്കഴിഞ്ഞാൽ നിനക്ക് പട്ടിയുടെ വിലയാണെന്ന്. അപ്പോൾ അതേപോലെ നമ്മൾ സ്വയം നമ്മളെ പ്രൊജക്റ്റ് ചെയ്യണം ഒരു കല്യാണത്തിന് ഇത് ചെയ്തിട്ട്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നമുക്ക് വില ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഒന്നുമില്ലാണ്ട് പുരുഷന് ഒരു ബ്രാൻഡഡ് ഒരു ഷർട്ടിൻ്റെ പോലെ വില, ഈ ഗോൾഡൊക്കെ ഇട്ട് വരുന്നത് നമ്മുടെ തന്നെ വില കുറയും. ഇപ്പോൾ നമ്മളെന്തോ കുറവായതുകൊണ്ട് നമ്മൾ കുറച്ചത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗോൾഡ് ഇടുന്ന പോലെ തോന്നുന്നില്ലേ? എനിക്ക് ഇങ്ങനൊരു ഒരു ഉപമയാണ് അതിനോട് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മളെന്തിനാണ് നമ്മുടെ വെറുത്ത് കളയുന്നത്? നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് എക്സ്ട്രയും കൂടെ ഉണ്ടെന്ന് കാണിക്കേണ്ട ആവശ്യം നമുക്ക് ശരിക്കും ഉണ്ടോ? ഇനി ഈ ഗോൾഡ് യൂസ് ചെയ്യുന്നത് അത് നല്ല കുടുംബത്തിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര മയമയും ഇപ്പോൾ ഈ ആണുങ്ങളൊന്നും ഇത്രയും പ്രശ്നം, അപ്പോൾ ആ ഗോൾഡ് കാരണം തന്നെ ആ കുടുംബത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾ മാരിയാനോ അവനും ആക്ച്വലി അവന് ഗോൾഡ് വേണമെന്നല്ല, അവൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളതാണ് അവൻ്റെ ടെൻഷൻ. മൂത്ത പെങ്ങൾ ഇപ്പോൾ പ്രശ്നം. അപ്പോൾ ഇവിടെയൊക്കെ മനുഷ്യൻ നന്നാവാഞ്ഞിട്ടല്ല, അവൻ്റെ സാഹചര്യം കാരണം അവനങ്ങനെ പെരുമാറേണ്ടി വരികയാണ്. അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളായിട്ട് സൃഷ്ടിക്കുന്നത്? അപ്പോൾ നമുക്ക് ഭാവിയിൽ അങ്ങനെ എനിക്ക് ഗോൾഡ് വാങ്ങും എന്ന് പറഞ്ഞ് വരെ എത്തി നിൽക്കുന്ന സ്ത്രീ ആയി നമ്മൾ നിൽക്കുമ്പോൾ അതിന് പുറമെ ഞാനിനി ഗോൾഡ് വേണ്ട, എനിക്ക് ഗോൾഡ് ഇല്ലാതെ തന്നെ എന്നെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ലേ റിയൽ ഫെമിനിസം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം നമ്മൾ ഈക്വാലിറ്റിക്ക് വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. ഈക്വാലിറ്റിക്ക് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു എക്സ്ട്രാ സാധനം എടുത്ത് ഇവരുടെ കൂടെ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇൻ കേസ് 2 പണ്ടൊക്കെ നല്ല ഭംഗിക്ക് വേണ്ടി ഇടാന്ന് പറഞ്ഞാൽ അത് ഓക്കെ. പക്ഷെ നമ്മളെ മറ്റേ ഭീമ ജ്വല്ലറിയുടെ പരസ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കൂടെ മാറി വേണം, 10 മാറ്റവൾ കേകാൻ ഭീമ. അതായത് പെണ്ണായാൽ പൊന്നു വേണം, എന്നാലാണ് അവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. കട പിടിച്ച് നിൽക്കുന്ന പോലെയാണ് അപ്പോൾ അത് നിൽക്കുന്നത്. നമ്മൾ നമ്മുടെ വില കളയല്ലേ? അപ്പോൾ നമ്മളിങ്ങനത്തെ കല്യാണത്തിന് ഈ സംഭവങ്ങളൊക്കെ ഹൽദി മെഹന്തി എന്നൊക്കെ പറഞ്ഞ ആളുകൾ കൂടുന്നതൊക്കെ നമുക്ക് പേഴ്സണലി സന്തോഷം തരും. പക്ഷേ ഈ മറ്റുള്ളവർക്ക് ഒന്നില്ലെങ്കിൽ അച്ഛന് ആങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം പ്രഷർ ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, പിന്നെ പണ്ട എവിടെ വയ്ക്കും, പണ്ടം കൊണ്ട് എന്ത് ചെയ്യും, ഇതടുത്ത ടെൻഷൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു വൃത്തികെട്ട സാധനം നമ്മളെന്തിനാണ് കയ്യിൽ വെക്കേണ്ടി വരുന്നത്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഗോൾഡ് നമ്മൾ സ്വയം വാങ്ങുക. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ കല്യാണത്തിന് ഗോൾഡ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 22 വയസ്സിൽ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് വോയിസ് വീട്ടിലില്ലാത്തത് അത്രമാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആ പണ്ടം നേരെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ വാങ്ങിച്ചു, ജസ്റ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പർപ്പസിൽ മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കേസ് നിങ്ങളങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ, ഞാൻ 90s കിഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ജോലി കിട്ടിയിട്ടല്ല കല്യാണം കഴിച്ചത്. അപ്പോൾ എനിക്ക് ഇത്രയും എക്സ്പോഷർ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു രക്തഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഒരു 25 ശേഷം ഞാൻ കല്യാണം കഴിക്കുമായിരുന്നെങ്കിൽ, അതായത് 25 വയസ്സിന് ശേഷം ലോകം കുറച്ചുകൂടെ കണ്ടിട്ട് കല്യാണം കഴിക്കുമായിരുന്നെങ്കിൽ. അപ്പോൾ എനിക്ക് നമ്മളെന്തിനാണ് നമ്മളെ ബ്രാൻഡ് വെറുതെ നമ്മളൊരു ലോക്കലായി നമ്മൾ തന്നെ സ്വയം നമ്മുടെ വില കളയുന്നത് എന്ന് ആ ഒരു രീതിക്കല്ലേ അത് എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. മറ്റുള്ളവർക്ക് പ്രഷറും
ഇങ്ങനെയുള്ളൊരു ആചാരം ഇത്രയും ആവശ്യമാണോ എന്ന് അറ്റ്ലീസ്റ്റ് ഈ പടം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി എന്ന രീതിയിൽ നമ്മളതൊന്നും ഇല്ലാതെയും വെറുതെയാണെന്നല്ലേ നമ്മൾ കാണിക്കേണ്ടത്. ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്കറിയില്ല നിങ്ങളൊക്കെ എന്നോട് എത്രമാത്രം യോജിക്കുന്നു. പക്ഷേ എവിടേക്കോ നമ്മൾ കുറേ എക്സ്ട്രാ തിരുകുമ്പോൾ അതിനർത്ഥം നമുക്ക് നമ്മുടെ വെർത്തിനെ പറ്റി നമുക്ക് കുറച്ച് ഓൾറെഡി നമുക്കൊരു ഇമേജാണ് നമുക്ക് സ്വയം എന്നാണ് മനസ്സിലായത്. റിയൽ ഫെമിനിസം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വാലിറ്റിക്ക് വേണ്ടി പൊരുതുമ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് എക്സ്ട്രാ സംഭവങ്ങൾ ഉണ്ടാക്കി തരേണ്ട ആവശ്യമില്ല വെറുത്ത് കാണിക്കാൻ. നമ്മളായി നിന്നാൽ മാത്രം മതി, നമ്മൾ മാത്രമായി നിന്നാൽ മതി. അതിൻ്റെ കൂടെ ഒരു ഗോൾഡിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പോകെ ഇത് പോകണം. ഈ ഡേർട്ടി ബിസിനസ് മറ്റേ സ്റ്റീഫൻ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറഞ്ഞ പോലെ ഗോൾഡ് ഒരു ഡേർട്ടി ബിസിനസ് ആണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ല, ചിലപ്പോൾ ദേഷ്യമായോ എനിക്കറിയില്ല. ബട്ട് എനിക്ക് എൻ്റെ വ്യൂ പറയണം തോന്നി, ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, മിക്കവാറും മൊറോക്കോ വീഡിയോസായിട്ട് നമുക്ക് കാണാം.